everyone, it's me Savitha Charles from Poothirans. നമ്മൾ ഇന്ന് കാണുന്നത് ജോർജറ്റിൽ വന്നിട്ടുള്ള റണ്ണിംഗ് ഫാബ്രിക്കുകളുടെ കളക്ഷൻ ആണ്. നമ്മൾ ഫസ്റ്റ് ബാച്ച് കൊണ്ടുവന്നിരുന്നു. ഇത് നമ്മുടെ സെക്കൻഡ് ബാച്ച് ആണ്. ഇതെല്ലാം തന്നെ 58 ഇഞ്ച് വിഡ്ത്തിലാണ് വന്നിരുന്നത്. അന്ന് വന്നിരുന്നത് 58 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 125 rupees പെർ മീറ്ററിലുള്ളതാണ്. ഇപ്രാവശ്യം ഞാൻ വന്നിരിക്കുന്നത് 99 rupees പെർ മീറ്ററിലുള്ളതാണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ തന്നെ ജോർജറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഡിഫറെൻറ്റ് പ്രൈസ് റേഞ്ചിലുള്ള മെറ്റീരിയലുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഒന്ന് രണ്ട് പേരൊക്കെ കമൻറ്റ് ചെയ്യണ കണ്ടു. 125 rupeesൻ്റെ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഫാബ്രിക്കുള്ള വെച്ചപ്പോൾ കുറച്ച് പേര് പറഞ്ഞിരുന്നു. ഒന്നോ രണ്ടോ പേര് പറയുന്നത് കണ്ടു 100 രൂപയ്ക്ക് അവിടെ അടുത്ത് ഷോപ്പിൽ അവൈലബിൾ ആണെന്നൊക്കെ. നമുക്ക് ആക്ച്വലി ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് തന്നെ നമുക്കത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസിൽ അവൈലബിൾ ആണ്. നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ ഒരു ക്വാളിറ്റിയുള്ള ഫാബ്രിക് വേണമല്ലോ നമുക്ക് കൊടുക്കാനായിട്ട്. നമ്മൾ എടുക്കുന്നത് തന്നെ ഡിഫറെൻറ്റ് പ്രൈസ് റേഞ്ചിലുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് ടൈം വന്നിരുന്നത് 125 ആണ്. ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് 99 rupees ആണ്. ഡിഫറെൻറ്റ് എന്താ പറയുക ഫാബ്രിക് തന്നെയാണ്, സെയിം ഫാബ്രിക് അല്ല കേട്ടോ. പക്ഷെ ഇത് നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് തന്നെയാണ്. ജോർജറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫാബ്രിക് തന്നെയാണല്ലോ. അങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന പോലെ തന്നെ കിടക്കുന്ന ഒരു ഫാബ്രിക് തന്നെയാണ്. നമുക്ക് ഫ്രോക്ക് മോഡലിലുള്ള ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് ഈ ആലിയ കട്ടിലൊക്കെയുള്ള കുർത്തികളും ഫ്രോക്കുകളും ഒക്കെ. അപ്പം അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാം. വിത്ത് ലൈനിങ്ങിൽ തന്നെ ചെയ്യണേ, ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും വിത്തൗട്ട് ലൈനിങ് വേണ്ടത് അങ്ങനെ പറയാറുണ്ട്, വിത്ത് ലൈനിങ് വേണ്ടത് അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വിത്ത് ലൈനിങ്ങിൽ തന്നെ ചെയ്യണം. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് ഫ്രോക്ക് മോഡലിൽ ഇങ്ങനെ എന്തോ പറയുന്നത് അങ്ങനെ ഒത്തിരി പ്ലീറ്റ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യാവുന്ന തരത്തിലുള്ള ഫാബ്രിക്കാണ്. ഒഴുകി കിടന്നോളും, ബോഡി ആയിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന തരത്തിലുള്ള ഫാബ്രിക് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. പർച്ചേസ് ചെയ്യേണ്ട വിധം, പേയ്മെൻറ്റ് ചെയ്യേണ്ട വിധം, കൊറിയർ ചെയ്യുന്ന വിധങ്ങളെല്ലാം തന്നെ വീഡിയോ ലാസ്റ്റ് പറയുന്നുണ്ട്. ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്നവർ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് 2 പ്രിൻ്റാണ്. ഒന്ന് വളരെ ചെറിയ പ്രിൻറ്റും പിന്നെ ഒന്ന് കുറച്ച് വലുതാണ്. എന്ന് വെച്ചാൽ ഒത്തിരി വലിയ ഫ്ലവർ അല്ല. ഞാൻ പറയാറുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് വലിയ ഫ്ലവർ ആണെന്ന്. അതല്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാം തന്നെ 58 ഇഞ്ച് വിഡ്ത്തിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള പ്രിന്റുകൾ തന്നെയാണ്. ഫസ്റ്റ് വൺ കാണിക്കുന്നത് ഒരു ഗ്രീൻ കളറിൽ വന്നിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു 58 ഇഞ്ച് വിഡ്ത്തിലാണ് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ കുറച്ചധികം മെറ്റീരിയലിൻ്റെ കൺസംഷൻ കുറച്ച് മതിയാവും നമ്മളൊരു ഈ ഫാബ്രിക് വെച്ചിട്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കേട്ടോ. ഇത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഫാബ്രിക്കിൻ്റെ ഡിസൈൻ പോകുന്നത്. ക്ലോസ് സീൽ കാണിച്ചു തരാം. വളരെ ചെറിയ പ്രിൻ്റാണ്, വളരെ ഭംഗിയുള്ളൊരു പ്രിന്റ് തന്നെയാണ്. കുഞ്ഞു വൈറ്റ് കളറിലും റെഡ് കളറിലുമുള്ള പ്രിന്റുകളാണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു കളറും കൂടെ അവൈലബിൾ ആണ്. ഒരു പീച്ച് കളർ എന്ന് പറയാം. ലൈറ്റ് ടോൺ ആണ് ഈ പീച്ചിൻ്റെ തന്നെ. ആ ഒരു ടോണിലാണ് വന്നിട്ടുള്ളത്. സെയിം പ്രിന്റ് തന്നെയാണ്. നല്ല ഭംഗിയുള്ള ചെറിയ ഫ്ലവേഴ്സാണ് വന്നിരിക്കുന്നത്. 1 ലെയർ ആയിട്ടൊന്ന് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്കത് നമ്മൾ വെയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാകും. ഇനി ഇതിൻ്റെ തന്നെ ക്ലോസ് വ്യൂല് കാണിച്ചു തരാം. ഡിസൈൻ കുറച്ചുകൂടി ക്ലിയർ ആകുന്നുണ്ട്. അപ്പം എല്ലാം 58 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ. പ്രൈസ് വന്നിരിക്കുന്നത് 99 രൂപയാണ്. ഇനി നമ്മൾ കാണുന്നത് ഞാൻ പറഞ്ഞതിൽ 2 ഡിസൈൻ ഉണ്ടെന്ന്. അതിൽ നെക്സ്റ്റ് ഡിസൈനാണ്. ഇതും വന്നിരിക്കുന്നത് ആ ഒരു ഗ്രീനിൻ്റെ തന്നെ ലൈറ്റ് ടോണിലാണ്. നമ്മൾ ആദ്യം കണ്ട ഗ്രീൻ അല്ല, കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ളൊരു ഗ്രീനാണ്. ഇതിൻ്റെ തന്നെ പോയിരിക്കുന്നത് ഒരു പീച്ച് കളറിലുള്ള പ്രിൻ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ക്ലോസിൽ കാണിക്കുമ്പോൾ കുറച്ച് വലുതെന്ന് പറഞ്ഞപ്പോൾ എത്രത്തോളം വലുതാണ്. ഒത്തിരി വലുതൊന്നും അല്ല. എന്നാൽ നമ്മൾ ആദ്യം കണ്ടതിനേക്കാളും കുറച്ചുകൂടി വലിയ ഫ്ലവേഴ്സാണ്. 58 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 99 rupees പെർ മീറ്ററിലാണ്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നതും പിങ്ക് കളറിൽ തന്നെയാണ്. ബ്ലൂ കളറിലുള്ള ഫ്ലവേഴ്സാണ് പോയിട്ടുള്ളത്. പിന്നെ ഏകദേശം രണ്ടും ഒരു പിങ്കിൻ്റെ തന്നെ ലൈറ്റും ഡാർക്കും ആയിട്ടുള്ള ടോണിലും ഗ്രീനിൻ്റെ തന്നെ രണ്ടും ഡാർക്കും ലൈറ്റും ആയിട്ടുള്ള ടോണിലുമാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിൻ്റെ ഇത് വരുന്നത്, ഡിസൈൻസ് വരുന്നത്. എല്ലാം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ക്ലോസ് ചെയ്ത് കണ്ടല്ലോ, പിങ്കിൽ തന്നെ ബ്ലൂ ആയിട്ടുള്ള പ്രിന്റിലാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് കണ്ടത് എന്താ പറയുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന റണ്ണിങ് മെറ്റീരിയലുകളുടെ കളക്ഷനാണ്. എല്ലാം 58 ഇഞ്ച് വിഡ്ത്തിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഫ്രോക്ക് മോഡലിലുള്ള കുർത്തിയോ അതല്ലെങ്കിൽ എന്താ പറയുന്ന ആലിയ കട്ടിലുള്ള കുർത്തിയോ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. 58 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത്. 99 rupees പെർ മീറ്ററിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് കണ്ട പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന്റെ രീതി ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യുക. നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് പേർക്കൊക്കെ നമ്മൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അതിന്റെ പിക്ചർ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാനെന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കായിട്ട് നമ്മളൊരു വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമലി എല്ലാ ദിവസവും ഔട്ടാവുന്ന വീഡിയോയുടെ
ഫോട്ടോസ് അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ പിക്ചർ നോക്കിയിട്ടും ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നിട്ട് അങ്ങനെ ആയാലും പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെയും ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമലി നമ്മൾ പേയ്മെന്റ് എല്ലാം സ്വീകരിക്കുന്നത് QR കോഡ് വഴിയാണ്. ഷോപ്പിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ടീം അത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി QR കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല, അറിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരും അത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അത് നോക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമലി നമ്മൾ ആർക്കും തന്നെ നമ്പർ സെൻഡ് ചെയ്ത് കൊടുക്കുന്നില്ല പേയ്മെന്റ് ചെയ്യാനായിട്ട്. കാരണം 1-2 പേർക്കൊക്കെ അതിലൊരു മിസ്റ്റേക്ക് വന്നിട്ട് അവരുടെ എമൗണ്ട് തന്നെ വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവർക്കും തന്നെ QR കോഡ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഗൂഗിൾ പേ ആയാലും Paytm ഒക്കെ ആയാലും ഇത് വഴി തന്നെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ബാങ്ക് ട്രാൻസ്ഫർ വഴിയും നമ്മൾ പേയ്മെന്റ് സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല. അതുപോലെ തന്നെ നമ്മളിതെല്ലാം കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. കേരളത്തിനകത്ത് 500 എബോവ് വരുന്ന ബില്ലുകൾ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് വഴിയാണ് ചെയ്യുന്നത്. ബിലോ 500 വരുന്നത് 500 രൂപയുടെ താഴെ വരുന്നതിന് നമ്മൾ 50 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. ഔട്ട്സൈഡ് കേരളയ്ക്കും നമ്മൾ 50 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഇതെല്ലാം ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ അതല്ലെങ്കിൽ DTDCയോ വേറെ ഏതെങ്കിലും കൊറിയർ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യണേ. അതിനുള്ള പേയ്മെന്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് ഇത് ഷോപ്പിൽ അവൈലബിൾ ആണോ എന്നുള്ളത്. ഇത് ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ട് ആവുന്ന ദിവസം ഷുവറായിട്ട് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെയാണ്. അങ്കമാലി ടൗണിൽ തന്നെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഒക്കെ അടുത്തായിട്ടൊരു SBI വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. നമ്മൾ ഷോപ്പിൽ സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഓൺലൈനിലും അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈനർ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അവരുടെ നമ്പർ ഞാനൊന്ന് പറയാം. 8891060225 8891060225. ഞാനിതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ എല്ലാം എടുക്കുന്നത് നമ്മുടെ മൊബൈലിലാണ്. അപ്പം ഞാൻ അഡ്വാൻസ് ചെയ്ത് പറയുകയാണ്, ഒരു 10 to 15% കളർ വേരിയേഷൻ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട്. നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് നോർമലി ഇങ്ങനെ ഡെയിലി ബേസിസിൽ തന്നെ വാങ്ങിക്കുന്നവർ. അപ്പോൾ അവർക്കറിയാം എത്രത്തോളം കളർ വേരിയേഷൻ ഉണ്ടാകുമെന്നുള്ളത്. എങ്കിലും ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നവർക്കും ഫസ്റ്റ് ടൈം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടി പറഞ്ഞതാണ്. പല മെറ്റീരിയൽ വെച്ചിട്ട് വീഡിയോ ചെയ്യാറുണ്ട്. ക്യാമ്പ്രിക് കോട്ടൺ വെച്ചിട്ട് 40s by 40s ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് അങ്ങനെ എന്താ പറയുക സെമി ടസർ, സെമി ലിനൻ എല്ലാം തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ പ്യുവർ കോട്ടൺ വാങ്ങിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കളർ ഗാർഡ് യൂസ് ചെയ്യുന്നതിൻ്റെ വിധങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഞാനൊന്ന് പറയട്ടെ. ഒരു 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടപ്പ് കളർ ഗാർഡ് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് അതിനകത്തുനിന്ന് മുക്കി വെക്കുക. അരമണിക്കൂറിന് ശേഷം പിഴിഞ്ഞെടുത്ത് ഉണക്കിയതിന് ശേഷം മാത്രം ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യാവൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കളർ സേഫായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് അതല്ലെങ്കിൽ പ്യുവർ അജ്രക് കോട്ടൺ അല്ലെങ്കിൽ പ്യുവർ കോട്ടൺ അങ്ങനെയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്. എങ്കിലും ഒന്നും കൂടെ ഞാൻ ഉറപ്പിക്കുകയാണ്, പ്യുവർ കോട്ടൺ ആകുമ്പോൾ അതിൻ്റെ കളറിൻ്റെ സേഫിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വാഷിന് മുമ്പ് നിങ്ങൾ മസ്റ്റായിട്ടും കളർ ഗാർഡ് യൂസ് ചെയ്യുക. നിങ്ങൾ ഏത് കളർ ഗാർഡാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇന്ന ബ്രാൻഡെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെയും കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണെന്ന്. ഷോപ്പിലും ഓൺലൈനിലും ഒരുപോലെ അവൈലബിൾ ആക്കിയിട്ടാണ് നമ്മളിതെല്ലാം തന്നെ സെയിൽ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളിതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് അയച്ചിട്ട് കിട്ടണില്ല അല്ലെങ്കിൽ വിളിച്ചിട്ട് കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം കൂടെ ഓപ്ഷൻ കൂടെ തരാം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ poothurans@gmail.com ഒന്ന് മെയിൽ ചെയ്താൽ മതി. POOTHURANS@gmail.com ഇതാണ് നമ്മുടെ മെയിൽ ID വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി കംപ്ലൈൻറ്റ് വന്നു, അപ്പോൾ അത് എന്താ പറയുന്നത് ഞങ്ങളുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ മെയിൽ ID യിലേക്കൊന്ന് നിങ്ങളുടെ മെയിൽ
ഒന്ന് സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് ഡയറക്റ്റ്ലി ഞങ്ങൾക്ക് തന്നെ കിട്ടും, ഞങ്ങൾക്കത് കാണാനായിട്ട് കഴിയുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ. നമ്മളെല്ലാം തന്നെ മൂന്ന് സോഷ്യൽ മീഡിയയിലും ഒരുപോലെ തന്നെയാണ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ടാക്കുന്നത്. രാവിലെ 7:30 മുതലാണ് നമ്മുടെ വീഡിയോ ഔട്ടാകുന്നത്. 7:30 ഉണ്ട്, 8 8:30 ഉണ്ട്, 9 9:30 10 അങ്ങനെ ഡിപ്പെൻസ്. അത് ചിലപ്പോൾ കുറച്ചധികം റണ്ണിങ് ഫാബ്രിക് ഉണ്ടെങ്കിൽ നമ്മളൊരു 3-4 റണ്ണിങ് ഫാബ്രിക് ഇടും. പിന്നെ നമ്മളിപ്പോൾ സാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സൽവാർ സൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ കുർത്തികൾ ഉണ്ടാകാം, ചിലപ്പോൾ ബെഡ്ഷീറ്റുകൾ ഉണ്ടാകാം. അപ്പോൾ അതൊരു 10 o'clock ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ വീഡിയോകളെല്ലാം തന്നെ ഔട്ടായി തീരാവുന്ന പോലെയാണ് നമ്മളിതെല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 3 പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് തന്നെയാണ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ടാകുന്നത്. പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം കുറച്ച് പേര് ചോദിക്കാറുണ്ട്. ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം വന്നിരിക്കുന്നത് 9:30 മുതൽ 8 o'clock വരെയാണ്. നമ്മുടെ ഡിസൈനർ ടീമിൻ്റെ വർക്കിംഗ് ടൈം 9:30 മുതൽ 6 PM വരെയാണ്. നമ്മുടെ വീഡിയോസ് ഔട്ടാകുന്നത് 7:30 AM മുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. 7:30 AM മുതൽ വീഡിയോ ഔട്ടാകും. അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നില്ല എന്ന് പറഞ്ഞ് കുറച്ച് പേര് മെസ്സേജ് അയക്കാറുണ്ട്. 9:30 AM നമ്മുടെ സ്റ്റാഫ് വർക്കിംഗ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.